അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു അടിപൊളി പനീർ ബട്ടർ മസാലയാണ് കേട്ടോ. നല്ല ചൂട് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കുകയാണ് ചാഹ, എന്ത് ടേസ്റ്റ് അറിയോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇത് വീട്ടിൽ നമുക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. ഇതിനായിട്ട് ഞാൻ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാൻ നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ കൂടി ചേർക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 5 ഗ്രാമ്പുമാണ്. അതിന് ശേഷം നമുക്ക് ഒരു 2 ഏലക്കായ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇനി ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് ഒരു 2 സവാള, കുറച്ചധികം കനമില്ലാതെ അരിഞ്ഞത്, ഇതേപോലെ നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് നമുക്ക് ഈ സവാള ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി, അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 തക്കാളി ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ടും കൂടിയിട്ട് ചേർത്തിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കാം. നന്നായി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് അടച്ച് വേവിക്കാം. അതിനു മുമ്പ് നമുക്കിതിലേക്ക് ഒരു 15 കാഷ്യൂ കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കാഷ്യൂ ഫുള്ളായിട്ട് വേണമെന്നില്ല, പകുതി ഉള്ളതായാലും മതി. ഒരു 15 എണ്ണം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ പറഞ്ഞ പോലെ ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്കിത് തുറന്നിത് വെന്തോന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായി വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം തണുക്കാൻ വയ്ക്കാം. അപ്പോൾ ഞാനിത് ഗ്യാസ് ഓഫ് ആക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഒനിയൻ പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഞാൻ അടുത്തത് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ബേ ലീഫ് കൂടി ഇട്ട് കൊടുക്കാം. അടുത്ത നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ അരിഞ്ഞത് കൂടി ചേർക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു സവാള ഇതുപോലെ പൊടി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മസാലയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി അരച്ച നമ്മുടെ ടൊമാറ്റോ ഒനിയൻ പേസ്റ്റ്, അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഇതായി മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത്
അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് എല്ലാ ഫ്ലേവേഴ്സും ഇതിൽ പിടിച്ചു കിട്ടുന്ന പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കാം. നമ്മളിപ്പോൾ തീ ഒരുപാട് നല്ല ഹൈ ഫ്ലെയിമിലൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. ഇത് ലോ ഫ്ലെയിമിൽ കത്തിച്ചാൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ നമ്മുടെ പനീർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 16 ക്യൂബാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പനീറിന് ഒരുപാട് വേവൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് നമുക്കിത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് നമ്മുടെ പനീർ വെന്തോന്നൊന്ന് നോക്കാം. പനീർ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കസ്തൂരി മേത്തിയാണ് കേട്ടോ. കസ്തൂരി മേത്തി ഞാനിവിടെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കതുകൂടി ഒന്ന് ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നമ്മൾ ഹോട്ടലിൽ കഴിക്കുന്ന അതേ രുചിയിൽ തന്നെയാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടാതെ ലൈക്കും കൂടി വേണേ.